ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. റെയിൽവേ സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. വൈകിട്ട് 8:40 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന മെമു ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് നടന്നത്. റെയിൽവേ സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Our Honorable Minister is flagging off the extended memo train service from Shornur Junction to Nilambur. സ്റ്റേഷനിൽ വരുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഇവിടെ വന്ന ട്രെയിൻ മാറിക്കയറുന്ന അവസരത്തിൽ അവർ വരും. വേറെ സ്റ്റേഷനുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. അവർ വടക്കോട്ട് ട്രെയിൻ വേണം, തെക്കോട്ട് ട്രെയിൻ വേണം, നിലമ്പൂർക്ക് ട്രെയിൻ വേണം, പാലക്കാടിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പാസഞ്ചേഴ്സ് അസോസിയേഷനുമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളാണല്ലോ ആവശ്യപ്പെടുന്നത്. ജനങ്ങളിലൂടെ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ അടുത്തെത്തും, മുനിസിപ്പൽ ചെയർമാൻ്റെ അടുത്തെത്തും, MLAയുടെ അടുത്തെത്തും, MP യുടെ അടുത്തെത്തും. ഇവരെല്ലാം തന്നെ അതിനു വേണ്ടി ശ്രമിക്കും, ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടും. അങ്ങനെയാണല്ലോ ജനങ്ങളുടെ ആവശ്യം വരുന്നത്. അതിന് അഡീഷണലായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവർ വരും, ഓരോ പാസഞ്ചേഴ്സ് അസോസിയേഷനുമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഒരു പ്രത്യേക ബോഗി വേണമെന്ന് പറഞ്ഞു, അതിനു വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ അവർക്കൊരാളെ കിട്ടി. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം നിലമ്പൂരുകാരനാണ്. അപ്പോൾ എവിടെയോ ഉണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്, ഷൊർണൂർ MLA മമ്മിക്കുട്ടി, ഷൊർണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ MK ജയപ്രകാശ്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ് എന്നിവർ സംസാരിച്ചു. റെയിൽവേയിലാണ് കോടിക്കണക്കിന് ജനങ്ങളാണ്, സാധാരണക്കാരാണ് റെയിൽവേ അഭിമുഖീകരിക്കുന്നത് യാത്രയ്ക്ക് വേണ്ടി. ഇന്നും ജനപ്രിയമായിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയൊക്കെ കടന്ന് എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ശാരീരികമായ ക്ഷീണം, നമ്മുടെ സമയനഷ്ടം, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുതിക്കുന്ന വേഗത്തിൽ ഇന്നും റെയിൽവേ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ട്രെയിൻ പുറപ്പെടണം, നമ്മുടെ മന്ത്രിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഒരു കാര്യം, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് റെയിൽവേ. അപ്പോൾ ആ റെയിൽവേയുടെ വികസനം എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഷൊർണൂർ ജംഗ്ഷനിൽ വലിയൊരു മാറ്റമാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ലഭിച്ചത്, ഒറ്റപ്പാലത്തും ലഭിച്ചത്. പാലക്കാട് പിറ്റ് ലൈൻ വരികയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, എറണാകുളത്തും തിരുവനന്തപുരത്താണ് പിറ്റ് ലൈനുള്ളത്. കേന്ദ്ര സർക്കാർ റെയിൽവേ 61 കോടി രൂപയാണ് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതിക്കായിട്ട് അനുവദിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ചേർന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവും, പല പാർട്ടിയും പലപ്പോഴും നേതൃത്വം വഹിക്കും. ആ ഗവൺമെൻറ് ഭാഗമാണ് പ്രതിപക്ഷവും അവിടുത്തെ മെമ്പർമാരും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ്റെ, പാലക്കാട് പിറ്റ് ലൈനിൻ്റെ, ഒറ്റപ്പാലം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ, ഷൊർണൂർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സമയവും സന്ദർഭവും കിട്ടിയ എല്ലാ സമയത്തും ലോക്സഭയിലും റെയിൽവേ മന്ത്രിയെ നിരന്തരമായി കണ്ടു. അതുപോലെ തന്നെ DRM മധുക്കർ റൌട്ട് സ്വാഗതവും ADRMS ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ സർവീസിന് സാക്ഷ്യം വഹിക്കാൻ 100 കണക്കിന് ആളുകളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ഈ പുതിയ സർവീസ് ഇരു നഗരങ്ങൾക്കുമിടയിലുള്ള യാത്രാക്ലേശം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCV ന്യൂസ്, ഷൊർണൂർ.